ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളാണെങ്കിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില്ലിങ്ങിലെയാണ് കേട്ടോ. വില്ലിങ്ങിൽ എന്ന് പറഞ്ഞിട്ട് മാൽദീവ്സിൽ നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ പോകാൻ സിമ്പിളായിട്ട് പറ്റുന്ന ഒരു ഐലൻഡാണ്. ബാക്കി എല്ലായിടത്തും പോകണമെങ്കിൽ കുറച്ചൊക്കെ റേറ്റ് കൂടുതലാണ്. ഇവിടെ പോകണമെങ്കിൽ നമുക്ക് ഒത്തിരി പൈസയൊന്നും ആകില്ല കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ രാവിലെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങി. ഇവിടുന്ന് ഞങ്ങൾക്കിപ്പോൾ താമസം മാറിയോണ്ട് തന്നെ ഞങ്ങൾക്ക് ബോട്ട് ജെട്ടിയുടെ അടുത്താണ് കേട്ടോ ഞങ്ങളുടെ റൂം. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് നടന്ന് ബോട്ട് ജെട്ടി എത്തി കേട്ടോ. ഇവിടെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് ആകെ 10 രൂപ പോലും വേണ്ട കേട്ടോ. ഒരാൾക്ക് 3 രൂപ എങ്ങാണ്ട്, 3 MVR, അതായത് നാട്ടിലേത് ഒത്തിരി പൈസ ഇല്ല കേട്ടോ. 3, 5, 15 അത്രേ ഉള്ളൂ കേട്ടോ. INR നോക്കുവാണെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ബോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഫ്രൈഡേ ഇവിടെയുള്ള മുഴുവൻ പേരും എങ്ങോട്ടേലും ഒന്നെങ്കിൽ ആർട്ടിഫിഷ്യൽ ബീച്ച് അല്ലെങ്കിൽ ബില്ലിങ്ങിൽ, അങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബില്ലിങ്ങിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. എന്താ ചെയ്യുക, വെള്ളവും ബോട്ടുകളും തന്നെയാണ് കാഴ്ചകളുള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാഴ്ചയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വില്ലിങ്ങിലെത്തിക്കഴിയുമ്പോൾ അവിടെയും പ്രത്യേകിച്ച് വേറെ കാഴ്ചകളൊന്നുമില്ല. വെള്ളം തന്നെയാണ്, വെള്ളം സർവത്ര. അങ്ങനെ ഞങ്ങൾ വില്ലിങ്ങിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കുടിക്കാൻ മേടിക്കാമെന്ന് ഓർത്ത് ചെന്നപ്പം ഒരു അപ്പച്ചനും അമ്മച്ചും അവിടെ കടയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പച്ചനും വീഡിയോ എടുക്കുമ്പോൾ കലിപ്പാന്ന് ഓർത്തെങ്കിലും അപ്പച്ചൻ പൂക്കിയായിരുന്നു ഗൈസ്. ഒരു റേഡിയോ ഒക്കെ ഉണ്ട്. റേഡിയോ നമ്മുടെ ഇന്ത്യൻ റേഡിയോ പോലെ ഇരിക്കുമെങ്കിലും ഇതിനകത്ത് കേൾക്കുന്ന ഇവരുടെയാണ്. അതുകൊണ്ട് നമുക്ക് എന്താന്ന് പോലും പിടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ബീച്ചെത്തി. ബീച്ചിലാണെങ്കിൽ എല്ലാവരും കളി, ചിരി, കുളി, ഇങ്ങനെ ഈ വക പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം, പക്ഷേ എൻ്റെ കൂടെയുള്ള ടീമിനാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ മടിയാണ്. പക്ഷേ ഞാൻ മന്ത്ലി നിർബന്ധിച്ച് കൺവീൻസ് ചെയ്തിട്ട് അലാറം വെച്ച് വരെയാണ് അവളെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോയും കാര്യങ്ങളും എല്ലാം എടുത്തു. കുറേ നേരം അവിടെ വെള്ളത്തിൽ നിന്ന് ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നീന്താൻ വേണ്ടി ഇറങ്ങി. നീന്തലൊന്നും പ്രൊഫഷണലായിട്ട് അറിയത്തില്ലെങ്കിലും ചുമ്മാ വെള്ളത്തിനകത്തോടെ കാലും കൈയും കുത്തി നടക്കുക തന്നെ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് വൈകുന്നേരം ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു വന്ന് ബോട്ടെ കയറി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും നടന്ന് ഹോസ്റ്റലിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ആണ് മക്കളെ അവിടെ എന്തോ ഫെസ്റ്റ് നടക്കുന്നത്. ഫെസ്റ്റ് നോക്കിയപ്പോൾ എന്താ, അവിടെ തുണി 10 രൂപയ്ക്കും 20 രൂപയ്ക്കും ഒക്കെ കൊടുക്കുന്നു. സോസേജ് ഉണ്ട്. പിന്നെ കൃത്യ കന്നഡ ആയതുകൊണ്ട് തന്നെ കന്നഡക്കാരുടെ എന്തൊക്കെയോ ഫുഡുകളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 സോസേജും മേടിച്ച്, കന്നഡക്കാർക്ക് ഇഷ്ടമുള്ള മറ്റേ സാധനം, അതിൻ്റെ പേരെന്തുവെന്ന് എനിക്ക് അറിയത്തില്ല, പ്ലേറ്റ് ഇരിക്കുന്ന സാധനം, അതും കഴിച്ചു. അതത്ര പോരായിരുന്നു കേട്ടോ. പുള്ളിക്കാരിക്ക് അത്ര സന്തോഷം തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്.